ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾക്ക് ഇയാൾ ജയറായിരിക്കാം, പക്ഷേ എനിക്കിയാൾ മനുഷ്യത്വം ഇല്ലാത്ത, കരുണയില്ലാത്ത മൃഗതുല്യനായ ഒരാള് മാത്രമാണ്. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് നിത്യ. എന്റെ ഭർത്താവിന്റെ പേര് ഹരി. പാടത്ത് പണിയെടുക്കുന്ന കർഷകനായ ഹരിയാണ് എന്റെ ഭർത്താവ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. പിന്നെ ഈ മഹാനായ ജയാർ പറഞ്ഞത് ഞാൻ അയാളുടെ ഭാര്യയാണെന്ന്, അല്ലേ? അതെ, ഞാൻ ഇയാളുടെ ഭാര്യയായിരുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും ചീത്തയായ നിമിഷങ്ങളിൽ ഭർത്താവിന്റെ വേഷത്തിൽ ഈ മനുഷ്യൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇയാൾ ജയറായിരിക്കാം, പക്ഷേ എനിക്കിയാൾ മനുഷ്യത്വം ഇല്ലാത്ത, കരുണയില്ലാത്ത മൃഗതുല്യനായ ഒരാള് മാത്രമാണ്. ഇങ്ങനൊരു പാർട്ടിയുടെ നടുവിലേക്ക് ഇയാൾ എന്നെ വിളിച്ചു വരുത്തുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. പോളിഷ് ചെയ്ത വാക്കുകളിൽ നിങ്ങൾ സംസാരിക്കുന്ന ഈ ജയാർ ചെയ്തു കൂട്ടിയ ക്രൂരതകളൊക്കെ നേരിട്ട് കണ്ട പെണ്ണാ ഞാൻ. ഇപ്പോഴും പക അടങ്ങാതെ എന്നെയും എന്റെ ഭർത്താവിനെയും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഇയാള്. ഇതിൽ കൂടുതൽ ഇയാളെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളെ എല്ലാവരും ഒന്നിച്ചു കൂടി ഈ പാർട്ടി ഇത്തരത്തിലായി പോയതിൽ എനിക്ക് വിഷമമുണ്ട്. നിങ്ങളുടെ ആഘോഷം നടക്കട്ടെ, പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, മറ്റുള്ളവരുടെ മനസ്സും അവരുടെ സ്വപ്നങ്ങളും കൊള്ളയടിച്ചും ചവിട്ടി അരച്ചും നടന്ന ഒരാളുടെ വൃത്തികെട്ട ആഘോഷമായി ഇവിടെ നടന്നത്.
പൊക്കോട്ടെ. മോനെ, ക്ഷണിക്കപ്പെട്ട കൂട്ടുകാരുടെ മുന്നില് എന്നെ കൊണ്ടുപോയി നാണം കെടുത്താൻ ശ്രമിച്ചത് അയാള്. പറയേണ്ടതൊക്കെ അയാളുടെ കൂട്ടുകാരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ കെട്ടിയൊരുക്കിയ പാർട്ടിക്ക് അയാൾ തന്നെ നാണം കെട്ടത്. അയാളുടെ പാർട്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് എനിക്കിതുവരെ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യായി. അയാളുടെ ഭാര്യ അങ്ങനെ പരിചയപ്പെടുത്തിയത്. കൂടെ ജീവിച്ച കാലത്തെക്കുറിച്ച് വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അയാൾ മുഖം ഉയർത്തില്ല. ഒരാളോട് ഒന്നും പറഞ്ഞ് അഹങ്കരിക്കില്ല. ഞങ്ങൾ അയാളോട് കടം വാങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാനുണ്ട്. അത് അയാളുടെ കമ്പനിക്കാ. കമ്പനി നടപടികൾ എന്ത് വേണമെങ്കിലും അയാൾക്ക് എടുക്കാം. പക്ഷെ നിത്യയോട് മത്സരിക്കാൻ ജീവനായിട്ടില്ല. സുജാത എന്റെ അവിടെ ഉണ്ടായിരുന്നില്ലേ? അമ്മ മുറിന്ന് എഴുന്നേറ്റ് വന്നു. പക്ഷേ ഞാൻ അമ്മയോടൊന്നും സംസാരിക്കാൻ നിന്നില്ല. അപമാനിക്കപ്പെട്ടത് JR ആണെങ്കിൽ അയാൾ അതിന് പകരം വീട്ടിയിരിക്കും. അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഹരി, എനിക്ക് ഒരു കുഴപ്പമില്ല. അയാള് നമ്മളെ ദ്രോഹിക്കുന്നതിന്റെ പേരിൽ കരയാനൊന്നും ഞാൻ നിൽക്കില്ല. ഇനി ഇതിന്റെ പേരിൽ അയാൾ ഇങ്ങോട്ട് കേറി വന്നാല് താൻ ഇത്രയും ധൈര്യത്തോടെ എന്റെ മുന്നിൽ നിൽക്കുമ്പോ അവൻ നമ്മുടെ മുന്നിലേക്ക് വന്നാലും ഒന്നും സംഭവിക്കത്തില്ല. പറയാനുള്ളത് പറഞ്ഞു തീർക്കും, തല്ലാനുള്ളത് തല്ലി തീർക്കും.